സ്പേസിലുള്ള രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അല്ലേ. ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? B1 ക്രോസ് B2 വേണം, അതേപോലെ A2 A1 വേണം. ഇവരെ മാത്രം മതി. ഇനി ഇത് വെക്ടർ ഇക്വേഷൻസ് തന്നാലുള്ള ഇക്വേഷൻ ആണ്. നേരെ മറിച്ച് നമുക്ക് ചോദ്യത്തിൽ വരുന്നത് രണ്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. ഈ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തരുന്നത് എങ്കിൽ ഇതിൽ നിന്നും ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇവിടെ നമുക്ക് തരുന്നത് രണ്ട് ലൈൻസിന്റെ വെക്ടർ ഇക്വേഷൻസ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് A1ഉം A2ഉം B1ഉം B2ഉം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. നേരെ മറിച്ച് നമുക്ക് തരുന്ന ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ A1ഉം A2ഉം B1ഉം B2ഉം കണ്ടുപിടിക്കാം. ഇവിടെ X1 Y1 Z1 എന്ന് പറയുന്നത് ആരാണ്? A1 ആണ് അല്ലെ. നമുക്ക് ഇതിൽ നിന്ന് X1 Y1 Z1 ഉപയോഗിച്ച് നമ്മളുടെ A1 വെക്ടർ കണ്ടുപിടിക്കാം. അതേപോലെ A1 B1 C1 എന്ന് പറയുന്ന ആൾക്കാർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ B1 വെക്ടറും കണ്ടുപിടിക്കാം. ഇനി X2 Y2 Z2 എന്ന് പറയുന്നതിൽ നമ്മളുടെ A2 വെക്ടർ കണ്ടുപിടിക്കും. A2 B2 C2 എന്ന് പറയുന്നതിൽ നമ്മുടെ B2 വെക്ടറും നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അപ്പൊ A2 വെക്ടറും A1 വെക്ടറും B1 വെക്ടറും B2 വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ഈ ഒരു ഒറ്റ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ഈ വലിയ വലിയ ഇക്വേഷൻസ് പഠിക്കാതെ ഇതേപോലെ ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ടും അടിപൊളിയായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.